സ്തോത്രം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ നിന്നെ കടന്നു പോയി, സംഹാരദൂതൻ നിന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ വീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. പറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോ നിൽ ഞാൻ അന്യനല്ല, പരമസിയോ നിൽ ഞാൻ അന്യനല്ല. മാറ ഈ മധുരമാക്കി തീർക്കുമവൻ, പാറ ഈ പിളർന്നു ദാഹം പോക്കുമവൻ. മരുവിലൻ ദൈവം എനിക്കാധിപതിയെ തരുമവൻ പൊതുമന്നാതു മതിയെ. മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. ആനന്ദമേ, പരമാനന്ദമേ, കാനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും എൻ്റെ ക്ഷേമമേശുവത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 57 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകുനിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വ സർവ്വഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുൻപിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവും ആയുള്ളവേ ഉണരുവിൻ. ഞാൻ അതികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും എന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും നിന്നും സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുക എന്നതിനെ കുറിച്ച് അല്പമായി ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. അതിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഹല്ലേലൂയ, ആമേൻ. വായിച്ചു കേട്ടതായ വചനം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയുടെ ഉടമയായിരുന്ന ജോർജ് റോക്ക് ഫെല്ലർ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആകമാനം വ്യത്യാസം വരുത്തി. 35-ാമത്തെ വയസ്സിൽ താൻ ഒരു കോടീശ്വരനായി തീർന്നു. എന്നാൽ 50-ാമത്തെ വയസ്സിൽ അർബുദ ബാധിതനായി വ്യാധിയാൽ മരണാസന്നനായി. വെറും 6 ആഴ്ച മാത്രമായിരുന്നു ഡോക്ടർമാർ തനിക്ക് വിധി എഴുതിയിരുന്നത്. ധനം സമ്പാദിച്ചതോടൊപ്പം ശത്രുക്കളും തനിക്ക് ബാധിച്ചതിനാൽ മരണസമയത്ത് പോലും സുരക്ഷിതത്വത്തിനായി തനിക്ക് അംഗരക്ഷകർ ഉണ്ടായിരുന്നു. നിരാശനായി
യാതൊരു പ്രത്യാശയും ഇല്ലാതെ മരണാവസ്ഥയിലെത്തിയ അദ്ദേഹം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന വചനം കണ്ടു. വാസ്തവത്തിൽ ഇത് തൻ്റെ ഹൃദയദൃഷ്ടി തുറക്കുന്നതായിരുന്നു. ജീവിതകാലമെല്ലാം സമ്പാദിക്കുക എന്ന ഏക ലക്ഷ്യമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. എത്രത്തോളം സമ്പാദിച്ചോ അത്രത്തോളം ദ്രവ്യാഗ്രഹവും അസന്തുഷ്ടിയും വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരുവനായ താൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവൻ ഒരുവനായി ഒടുവിൽ തീർന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം നേരിട്ട് ദരിദ്രരുടെ ഇടയിൽ പണം വിതരണം ചെയ്യുവാൻ തുടങ്ങി. ന്യൂയോർക്കിന്റെ തെരുവുകളിൽ ഡോളർ നോട്ടുകൾ വിതരണം ചെയ്തു. ധർമ്മസ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയ്ക്ക് ധാരാളം പണം നൽകി. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന വചനം സത്യമാണെന്ന് കണ്ടെത്തിയപ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സന്തോഷം ഉണ്ടാക്കി. എത്രയധികം കൊടുത്തുവോ അത്രയധികം താൻ സന്തോഷവനായി തീർന്നു. 50-ാമത്തെ വയസ്സിൽ ഇനി 6 ആഴ്ച മാത്രമേ ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ മനുഷ്യൻ നല്ല സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ 90-ൽ അധികം വയസ്സുവരെ ജീവിച്ചിരുന്നു. ഒടുവിൽ താൻ മരിക്കുമ്പോൾ ഒരു ശത്രുവും ഇല്ലാത്തവനായി നിർഭയനായി മുഴു ലോകത്തും സ്നേഹിതന്മാർ മാത്രം ഉള്ളവനും സന്തോഷവാനുമായി മരിച്ചു. കൊടുക്കുന്ന സ്ഥലമാണ് സ്വർഗം. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും കൊടുക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 4:9 5:12 കാണുന്നു. വാസ്തവത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്വഭാവം സ്വർഗവും എല്ലാം തനിക്ക് മാത്രമായി പിടിച്ചു വെക്കുന്ന ജീവിതവും നരകമാണ്. ഈ ലോകത്തിൽ കുഞ്ഞാടായ യേശുവിന് തങ്ങൾക്കുള്ള സമ്പത്തും സമയവും എല്ലാം കൊടുക്കുവാൻ പഠിക്കാത്തവൻ സ്വർഗത്തിൽ എങ്ങനെ കൊടുക്കും? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന അഭിനന്ദനത്തോടെ സ്വീകരിക്കുന്ന യജമാനന് സ്വർഗത്തിൽ മുത്തുഗോപുരങ്ങളിൽ എതിരേൽക്കും വരെ നമ്മുടെ കൈവശമുള്ളതെല്ലാം, നമ്മുടെ ശരീരം, സമയം, ദൈവം തന്ന കഴിവുകൾ, താലന്തുകൾ, പണം മുതലായവ ദൈവനാമത്തിന് നൽകുവാനും ഇനി നമ്മുടെ പക്കൽ ഒന്നും ഇല്ല എന്ന അവസ്ഥയിൽ എത്തും വരെ കൊടുത്തുകൊണ്ടിരിക്കുവാനും ദൈവം സഹായിക്കട്ടെ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം നാഥ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം. പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ തരുന്ന നാഥ, അങ്ങയുടെ ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുഞ്ഞാട്ടിന്റെ രക്തത്താലും വചനത്താലും സൂക്ഷിക്കണമേ. ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ വണ്ണം കൃപയ്ക്കുള്ളിൽ മറക്കണമേ നാഥ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അടിയങ്ങളായിരിക്കുന്നു. പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അടിയങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും പകരണം കർത്താവേ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് നിത്യജീവനായി ഒരുങ്ങുവാൻ തക്കൊണ്ട് എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിവിധ രോഗത്തിലും ഭാരത്തിലും നിരാശയിലുമായിരിക്കുന്ന എല്ലാ മക്കൾക്കും യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അനുഗ്രഹിക്കുമാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും.
യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.